ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും GATയിലേക്ക് സ്വാഗതം, അഥവാ ഗെയിം ഓൺ ടെക്കിലേക്ക് സ്വാഗതം. എന്റെ പേര് അർജുൻ. അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോയുടെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ സ്റ്റിക്കേഴ്സിനെ പറ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും തന്നെ സ്റ്റിക്കേഴ്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളായിരിക്കും. പ്രത്യേകിച്ച് ഫണ്ണി സ്റ്റിക്കേഴ്സ് ആണെങ്കിൽ പറയാൻ വേണ്ട. നമ്മൾ മലയാളികൾക്ക് തന്നെ മലയാളം സ്റ്റിക്കേഴ്സ് ഒക്കെ ജഗതിച്ചേന്റെ സെലിംകുമാരേന്റെ ഒക്കെ എല്ലാവരുടെ സ്റ്റിക്കേഴ്സ് ഒക്കെ അയക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഓരോ സാഹചര്യത്തിന് അതിനനുസരിച്ചുള്ള സ്റ്റിക്കേഴ്സ് അയക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. അപ്പൊ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ സ്റ്റിക്കേഴ്സ് ക്രിയേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് ഈ വീഡിയോയിൽ ഞാൻ പങ്കുവയ്ക്കാൻ പോകുന്നത്. മിക്കവർക്കും അറിയായിരിക്കും, പക്ഷെ എന്നാൽ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഈ വീഡിയോ സജസ്റ്റ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾ എന്റെ വീഡിയോ മാക്സിമം ഒന്ന് കാണുക കേട്ടോ. ഞാൻ വീഡിയോയുടെ എല്ലാം ഡീറ്റെയിൽ ആയി പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, അവിടെ വരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, മറ്റുള്ളവർക്ക് എല്ലാം ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ മുഷിപ്പിക്കാൻ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഇത് സ്റ്റിക്കർ ഉണ്ടാക്കാനായിട്ട് നമുക്കൊരു ആപ്പ് ആവശ്യമുണ്ട്. അപ്പോൾ ആപ്പ് ഡൗൺലോഡ് ആയിട്ട് ഞാൻ പ്ലേ സ്റ്റോറിൽ നിന്ന് ഓപ്പൺ ചെയ്യാണ്. അപ്പോൾ എന്നിട്ട് നമ്മൾ സ്റ്റിക്കർ മേക്കർ ഒന്ന് ചുമ്മാ സെർച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യമേക്ക് വരും, പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടത് സ്റ്റിക്കർ മേക്കർ, സ്റ്റിക്കിഫൈ ആപ്സിന്റെ സ്റ്റിക്കർ മേക്കർ എന്ന് പറഞ്ഞ ആപ്പാണ്. പിന്നെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിയിട്ടാണ് ഈ ആപ്പ് കയറ്റി ചെയ്തത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്യുന്നത്, നിങ്ങൾ എല്ലാവരും സ്റ്റിക്കിഫൈ ആപ്സിന്റെ സ്റ്റിക്കർ മേക്കർ ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ആയിട്ട് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മൾ ക്രിയേറ്റ് നൗ കൊടുക്കുക. ക്രിയേറ്റ് നൗ കൊടുത്തിട്ട് ഞാൻ ഇപ്പോൾ ഒരു സാമ്പിൾ ഇമേജിന്റെ കിടപ്പുണ്ട്, അത് കൊടുത്തേക്കാണ്. അപ്പൊ അതിനകത്ത് ഓട്ടോക്രോപ്പ് ഉണ്ട്. ഓട്ടോക്രോപ്പ് ആവശ്യം നമുക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ നെറ്റ് കണക്ഷൻ വേണം, ഇന്റർനെറ്റ് കണക്റ്റീവ് വേണം. അല്ലാണ്ട് നമ്മൾ കൈ വെച്ച വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിപ്പോ ഓട്ടോ കട്ടാണ്, അതിനായിട്ട് സർക്കിൾ ക്രോപ്പ് വേണമെങ്കിൽ ചെയ്യാൻ പറ്റും. സർക്കിളായിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാനായിട്ട് സ്റ്റിക്കർ നിർമ്മിക്കാൻ പറ്റും. ഇത് അടുത്ത റെക്റ്റാങ്കിൾ ആണ്. ഇത് ഫ്രീ ഹാൻഡ് ക്രോപ്പ്, നമുക്ക് ചുമ്മാ വേണമെങ്കിൽ കൈ കൊണ്ട് ചുമ്മാ വരച്ച് നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ബാക്ക് ചെയ്യാൻ കൊടുക്കണം. ഫ്ലിപ്പാണ്, ഫ്ലിപ്പ് വേണമെങ്കിൽ ഫ്ലിപ്പ് ചെയ്യാം. റൊട്ടേറ്റ് വേണമെങ്കിൽ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, ഞാൻ ഇപ്പൊ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഓട്ടോക്രോപ്പ് ഓപ്ഷൻ തന്നെ കൊടുക്കാൻ തീരുമാനിച്ചു. പിന്നെ അതുപോലെ മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ നമുക്ക് മിസ്റ്റേക്സ് ക്ലിയർ, ഏത് കൈന്റെ ഇച്ചിരി ഒക്കെ പുറത്തേക്ക് കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് അത് ശരിയാക്കണമെങ്കിൽ നോക്കാം. എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള ഇറേസർ എടുത്ത് കഴിഞ്ഞിട്ട് മായ്ക്കാനായിട്ട് സാധിക്കും. നീല കളറിലിരിക്കുന്ന കുറച്ച് കൂടുതൽ എക്സ്ട്രാ ആയിട്ട് ഇരിക്കുന്ന നമുക്ക് മാച്ച് കളയേണ്ട കാര്യമുണ്ട്. ഇപ്പൊ നമ്മളല്ലാണ്ട് ഇപ്പോ എവിടെ വിട്ടുപോയെന്ന് വെച്ചാൽ നമുക്ക് ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി, മൊത്തത്തിൽ ഇമേജ് കിട്ടും. ഓക്കെ, ഞാൻ ഇപ്പൊ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോ സേവ് ചെയ്യണം. ഇപ്പൊ നമുക്കൊരു ടെക്സ്റ്റ് കൊടുക്കണം. നമുക്ക് വേണമെങ്കിൽ ഇപ്പോ ഇതേപോലെയുള്ള ഇതൊക്കെ കൊടുക്കാം, മാസ്കോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാം. ഗ്ലാസ് ഉണ്ട്, പിന്നെ തഗ് ലൈഫിന്റെ ഗ്ലാസ് ഒക്കെ ഉണ്ട്. തഗ് ലൈഫിന്റെ ഒരു ഗ്ലാസ് ആണിത്. മിസ്റ്റർ ബീൻ ചുമ്മാ ഗ്ലാസ്. ഗ്ലാസ്സിലാണ്ട് വേറെ ഇതൊക്കെ ഉണ്ട്, നമുക്ക് നോക്കാം. ഇപ്പൊ നമുക്ക് സിഗരറ്റ് ഉണ്ട്. സിഗരറ്റ് വേണ്ട. വേറെ ഒരുപാട് സ്റ്റിക്കേഴ്സ് ഉണ്ട്, ലവ് സ്റ്റിക്കേഴ്സ്, ഇതുപോലത്തെ സ്റ്റിക്കേഴ്സ്, മീമീസ് ഒക്കെ ഉണ്ട്, ബർത്ത്ഡേയുടെ ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇമോജി കൊടുക്കാം, പക്ഷെ എനിക്കൊന്നും ആവശ്യമില്ല. ഇപ്പൊ ഞാനിപ്പോ മലയാളത്തിൽ വേണമെങ്കിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്യാം, ഇംഗ്ലീഷിൽ വേണമെങ്കിൽ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്യാം. ഇതിപ്പോ എളുപ്പം ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിൾ കീബോർഡ് സെലക്ട് ചെയ്യണം, ഗൂഗിൾ ഹാൻഡ് റൈറ്റിംഗ് കീബോർഡ്. ഓക്കെ, ഇപ്പൊ ഞാൻ ഷെഡാന്ന് കൊടുക്കുവാണ്, എഴുതി കൊടുക്കുവാണ്. ഓക്കെ, ഇപ്പൊ അങ്ങനെ കൊടുത്തു. എന്നിട്ട് ബോൾഡ് നമുക്ക് വേറെ ഇത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, വേറെ സ്റ്റൈലിൽ വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പൊ ഞാൻ ഓക്കെ ഡൺ കൊടുത്തു. നമുക്ക് എവിടെ വെക്കേണ്ടത് വെച്ചാൽ നമ്മൾ കയ്യിൽ വെച്ച് എവിടെയെങ്കിലും വെച്ചുകൊടുത്താൽ മതി.
ഇതേപോലെ നമുക്ക് നമ്മുടെ സ്റ്റിക്കർ തന്നെ ക്രിയേറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഷെഡാന്നുള്ളത് ഞാനിപ്പോ കളറൊക്കെ മാറ്റി കൊടുക്കാണ്. ഓക്കെ, ഇപ്പൊ ഞാൻ സേവ് കൊടുക്കാണ്. ഇപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ബോർഡർ വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ സ്റ്റിക്കർ പാക്കിന് വേണമെങ്കിൽ നമുക്ക് പേര് വേണമെങ്കിൽ കൊടുക്കാം. ഞാനിപ്പോ എന്റെ ചാനലിന്റെ പേര് തന്നെ കൊടുക്കാണ്. ഗെയിം ഓൺ ടെക്കിന് തന്നെ ഞാൻ കൊടുക്കാണ്. ഓക്കെ, ഇപ്പൊ സേവ് ആയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് വാട്സാപ്പിലെ ആളോട് ആഡ് ചെയ്യണം. അപ്പൊ നമ്മൾ ഓക്കെ കൊടുത്തു. ഇനി വാട്സാപ്പ് ഒന്ന് ഞാൻ ഓപ്പൺ ചെയ്യാൻ പോവാണ്. ഇപ്പൊ ഞാൻ എന്റെ നമ്പറിലേക്ക് തന്നെ സെൻഡ് ചെയ്യാൻ പോവാണ്. ഇപ്പൊ നമുക്ക് ഇമോജിയുടെ അവിടെ ക്ലിക്ക് ചെയ്യാനായിട്ട് ഉണ്ടോ നമ്മുടെ സ്റ്റിക്കർ അതിനകത്ത് വന്നിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് നമ്മുടെ സ്റ്റിക്കേഴ്സ് തന്നെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പൊ ഞാൻ വേറെ സ്റ്റിക്കറൊക്കെ കുറെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം എല്ലാം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എന്നോട് ചോദിക്കാനോ പറയാനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. ഉറപ്പായിട്ട് റിപ്ലൈ എല്ലാവർക്കും തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം എല്ലാവർക്കും ഷെയർ ചെയ്യുക, പറ്റുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ.